മഹാശ്മശാനം പോലെ പരന്നു കിടക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി. ഇരുഭാഗത്തും പതിനായിരക്കണക്കിന് യോദ്ധാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ യുദ്ധത്തിൻ്റെ ഭീകരത മുഴുവൻ ആവാഹിച്ചെടുത്തുകൊണ്ട് ഭീവത്സമായ കാഴ്ചകളുമായി ആ രണഭൂമി അങ്ങനെ പരന്നു കിടക്കുന്നു. ആ ശവശരീരങ്ങൾക്കിടയിൽ പൂർണ്ണമായും ജീവൻ പോയിട്ടില്ലാത്ത അനേകം യോദ്ധാക്കൾ പ്രാണവേദനയോടെ നിലവിളിക്കുന്നു. കൈകൾ നഷ്ടപ്പെട്ടവർ, കാലുകൾ ഛേദിക്കപ്പെട്ടവർ, മാറിലിട്ട ശരം വലിച്ചെടുക്കാൻ കഴിയാതെ ദയനീയമായി വിലപിക്കുന്നവർ, അങ്ങനെ മാനസം കല്ലുകൊണ്ടുള്ള മാനവർക്കല്ലാതെ മറ്റാർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ദയനീയമായ രംഗങ്ങൾ. ആ യുദ്ധഭൂമിയുടെ ഭയാനകതയിലൂടെ ഒരാൾ വേച്ച് നടന്നു വരികയാണ്. ഈ യുദ്ധഭൂമിയിൽ ദാനശീലരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഈ യുദ്ധഭൂമിയിൽ ദാനശീലരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൻ്റെ മകൻ്റെ അന്ത്യസംസ്കാരത്തിന് പണം ഇല്ലാതെ അലഞ്ഞു നടക്കുകയാണ് ആ ബ്രാഹ്മണൻ. യുദ്ധത്തിൽ ബ്രാഹ്മണർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആചാരപ്രകാരം സംസ്കരിച്ചു കൊള്ളണം. മറ്റുള്ളവർ കൊല്ലപ്പെട്ടാൽ യുദ്ധഭൂമിയിൽ കാകനും കഴുകനും ഒക്കെ കടിച്ചു പറിക്കുകയോ കൂട്ടിയിട്ട് കത്തിക്കുകയോ ഒക്കെ ചെയ്യും. ഇവിടെ തൻ്റെ മകൻ്റെ അന്ത്യസംസ്കാരത്തിന് നിവൃത്തിയില്ലാതെ കഴിഞ്ഞു നടക്കുകയാണ്. ഈ യുദ്ധഭൂമിയിൽ ദാനശീലരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ആ ശവശരീരങ്ങൾക്കിടയിൽ ഒരു ശബ്ദം. ബ്രാഹ്മണൻ അങ്ങോട്ട് നോക്കി. കർണൻ, കഴുത്തിലേറ്റ അർജുന ബാണവുമായി മരണാസനായി കിടക്കുന്ന കർണൻ. അംഗരാജാവേ, അങ്ങ് ഈ അവസ്ഥയിൽ താങ്കൾ പേടിക്കണം. താങ്കളുടെ മകൻ്റെ അന്ത്യസംസ്കാരത്തിന് അവസാന ദാനം നൽകാൻ ഈ കർണന്റെ ശരീരത്തിൽ അല്പം ജീവൻ അവശേഷിക്കുന്നുണ്ട്. കർണൻ ചുറ്റും നോക്കി. അകലെ അതാ തൻ്റെ ശവശരീരം തിരഞ്ഞു നടക്കുന്നു തൻ്റെ പ്രിയപുത്രൻ ചിത്രസേനൻ. ചിത്രസേന! സർവശക്തിയും സംഭരിച്ച് കർണൻ വിളിച്ചു. അച്ഛൻ്റെ വികൃതമെങ്കിലും ആ ശബ്ദം തിരിച്ചറിഞ്ഞ ചിത്രസേനൻ ഓടിയെത്തി. അച്ഛാ, എൻ്റെ അച്ഛാ! മോനെ, കരയാനുള്ള സന്ദർഭമല്ല. അച്ഛനു വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. എന്താണ് അച്ഛാ? അച്ഛന് വേണ്ടി മരിക്കാൻ വരെ ഈ മകൻ തയ്യാറ്. എന്താണ് അച്ഛാ ഞാൻ ചെയ്യേണ്ടത്? പറയൂ അച്ഛാ. മോനെ, അച്ഛന് നഷ്ടപ്പെട്ട കവച കുണ്ടലങ്ങൾക്ക് പുറമെ വായിൽ 2 സ്വർണ്ണ പല്ലുകൾ കൂടി ദൈവദത്തമായിട്ടുണ്ട്. അതിളക്കി നീ ഈ ബ്രാഹ്മണന് ദാനം നൽകണം. അച്ഛാ, എന്താണ് അച്ഛൻ ഈ പറയുന്നത്? പ്രാണവേദന കൊണ്ട് പിടയുന്ന അച്ഛൻ്റെ വായിലെ പല്ലിളക്കാനോ? എനിക്ക് വയ്യ അച്ഛാ, എനിക്ക് വയ്യ. മോനെ, നീ തളരാൻ പാടില്ല. നീ കർണന്റെ മകനാണ്. പ്രതിസന്ധികളുടെ വേലിയേറ്റങ്ങൾ അതിജീവിച്ച കർണന്റെ മകൻ തളരാൻ പാടില്ല. വാ, അവസാന ദാനം ചെയ്യാൻ നീ അച്ഛനെ സഹായിക്കും. ഇല്ലച്ച, ഒരിക്കലുമില്ല. ജീവിതത്തിൽ ഇന്നോളം വേദനകൾ മാത്രം അനുഭവിച്ച എൻ്റെ അച്ഛനെ മരണസമയത്ത് കൂടുതൽ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ചിത്രസേന, കുരുസേനാപതിയുടെ ആജ്ഞയാണ്. വേഗം സമയം വൈകുന്ന പോലെ വേഗം. ചിത്രസേനൻ വേച്ച് ഒരു കരിങ്കൽ കഷ്ണം വലിച്ചെടുത്തു. കർണൻ്റെ വായ തുറന്നു. ആ പല്ലുകൾ അടിച്ചിളക്കി. ആ കല്ലുകൊണ്ട് കർണൻ്റെ കവിളും വായുമൊക്കെ മുറിഞ്ഞു. പല്ലടർന്ന് കർണൻ്റെ വായ്ക്കുള്ളിൽ വീണു. 2 വിരലുകൾ കർണൻ്റെ വായ്ക്കകത്തിട്ട് ആ പല്ലുകൾ ചിത്രസേനൻ വലിച്ചെടുത്തു. മുറിഞ്ഞ മാംസത്തുണ്ടും കട്ടിച്ചോരയും വലിഞ്ഞു വരുന്നു. അത് വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ആ പല്ലുകൾ കർണൻ്റെ കയ്യിൽ വച്ചിട്ട് അലറിക്കൊണ്ട് ചിത്രസേനൻ ഓടിപ്പോയി. തൻ്റെ 2 കവിളുകളിലൂടെയും ഒളിച്ചിറങ്ങുന്ന കണ്ണീരിൽ പിടിച്ച് ആ പല്ലുകളിലെ ചോരക്കറ കഴുകിക്കളഞ്ഞ് കർണൻ ആ പല്ലുകൾ ആ ബ്രാഹ്മണന് ദാനം നൽകി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ അത്യന്തം ദയനീയമായ രംഗത്തിന് സാക്ഷ്യം വഹിച്ച ആ ബ്രാഹ്മണൻ കണ്ണീരോടെ കർണൻ്റെ കാൽക്കൽ വീണു. മഹാനായ അംഗരാജാവേ, മൃത്യുവിൻ്റെ കവാടത്തിലെത്തി നിൽക്കുമ്പോൾ പോലും മഹത്തായ ഈ ദാനം നൽകുന്ന അങ്ങയെപ്പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. അങ്ങ് ഭാരതഭൂമിയുടെ അഭിമാനമാണ്. അങ്ങയുടെ വീരചരിത്രം ഞങ്ങൾക്ക് എക്കാലവും എപ്രകാരവും ഒരു മാതൃകയായിരിക്കും. കർണൻ്റെ വായിൽ നിന്ന് അവ്യക്തമായ 2 അക്ഷരങ്ങൾ.
എൻ്റെ എൻ്റെ അമ്മേ.